കൊള്ളക്കാരെയൊക്കെ പദാവലികൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഭാഷയെ അട്ടിമറിച്ചിരിക്കുന്നു. നമ്മുടെ പ്രയോഗങ്ങളിൽ വിഷം കലർത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. നാല് കാക്കേണ്ടവർ ഇവിടെ കക്കുന്നു, നാല് കാക്കേണ്ടവർ കക്കുന്നു, നാലിനെ കാവലിരിക്കേണ്ടവർ കൊള്ളയടിക്കുന്നു എന്ന് മാത്രമല്ല നിയമപാലകരും ചെയ്യുന്ന അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൽ നിന്ന് നാറുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 1960 മുതൽ 80 വരെ ഇവിടുത്തെ 11 ജില്ലകൾ, ഇപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതമായ 11 ജില്ലകൾ, ആ ജില്ലകളിൽ 60 മുതൽ 80 വരെ എൻഡിനാണ് അടിച്ചത്. പക്ഷെ 1977 നമ്മുടെ സംസ്ഥാന സർക്കാർ അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്ക് നൽകി. പിന്നീട് 1980 മുതൽ എൻഡോസൾഫാൻ അടിക്കാൻ. അങ്ങനെയാണ് ഹെലികോപ്റ്ററുകളിൽ 50 മീറ്റർ മാത്രം ഉയരത്തിൽ വിഷം തെളിക്കാൻ തുടങ്ങിയത്. മാരകമായ വിഷം, അപകടകരമായ വിഷം. ആ വിഷം ഇവിടെ ചിതറി തെറിച്ചപ്പോൾ വായു മലിനമായി, വിഷമയമായി, വെള്ളം വിഷമയമായി, മണ്ണ് വിഷമയമായി. അല്ല, എന്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ മുലപ്പാലിൽ വിഷം കലർന്നു, നമ്മുടെ രക്തത്തിൽ വിഷം കലർന്നു, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ വിഷം കലർന്നു. അവിടെ ജീവിതം ദുരന്തപൂർണമായി, ദുസ്സഹമായി മാറി. അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമാകുന്നതിന്റെ വേദന ഒരുപക്ഷെ ഈ രാജ്യത്തെ മനുഷ്യ പിശാചികൾക്കറിയില്ല. പക്ഷെ യഥാർത്ഥ മനുഷ്യർക്കറിയാം. തന്റെ കുഞ്ഞ് കണ്ണില്ലാത്ത, കാതുകൾക്കാത്ത, വയറിന്ത്യ, തലതടിച്ച, കൈകാലികൾ മെലിഞ്ഞു ശോഷിച്ച, സ്വന്തം പ്രാഥമികമായ ആവശ്യം പോലും പരസഹായമില്ല നിർവഹിക്കാൻ കഴിയാത്ത നിസ്സഹായരായ മനുഷ്യ മക്കളുടെ വേദനകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രൂരരായ ആളുകൾ ഈ രാജ്യത്തിന് കാവലിരിക്കുമ്പോൾ ഭൂമിയുടെ പുറത്തേക്കാൾ നല്ല അകമാണെന്ന് ആരെങ്കിലും ധരിച്ചുവെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചരിത്രത്തിന്റെ ചില ദുരന്ത നാളുകളിൽ അങ്ങനെ ആഗ്രഹിച്ചു പോവാറുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തെക്കാളേറെ ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്നുപോയില്ലെങ്കിൽ എന്ന് കൊതിക്കുന്ന ചില ദുരന്ത നിമിഷങ്ങളുണ്ട്. ആ ദുരന്ത നിമിഷങ്ങൾ സൃഷ്ടിക്കുകയും അതിനെ കാവലിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യവിരുദ്ധ ഭരണ സംവിധാനത്തിലാണ് ഞാൻ നിങ്ങളുമുള്ള നമുക്കറിയാം.